കോഴിക്കോട് പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്ര വിഗ്രഹത്തിൽ ചാർത്തിയ മാല മോഷ്ടിച്ച മേൽശാന്തി പിടിയിൽ. പാലക്കാട് സ്വദേശി ഹരികൃഷ്ണനാണ് പന്തീരങ്കാവ് പോലീസിന്റെ പിടിയിലായത്. 13 ഗ്രാം സ്വർണ്ണമാലയാണ് മോഷ്ടിച്ചത്. പന്തീരങ്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാല കുറച്ചു ദിവസങ്ങളായി വിഗ്രഹത്തിൽ ഉണ്ടായിരുന്നില്ല. മേൽശാന്തിയോട് അന്വേഷിച്ചപ്പോൾ വിഗ്രഹത്തിൽ കളഭം ചാർത്തിയതിന് അടിയിലാണ് മാല എന്നായിരുന്നു മറുപടി. ദിവസങ്ങളോളം മേൽശാന്തി ഒരേ മറുപടി പറഞ്ഞതോടെ ക്ഷേത്ര ഭാരവാഹികൾക്ക് സംശയമായി. തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മേൽശാന്തി ഹരികൃഷ്ണനെ തടഞ്ഞുവെച്ച ചോദ്യം ചെയ്തു. പന്തീരങ്കാവ് പോലീസിലും വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽശാന്തിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഇതിനു മുമ്പ് സ്ഥിരമായിട്ടൊരു ശാന്തിക്കാരുണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് ഇയാൾ വെച്ചതായിരുന്നു. ഒരു കുട്ടി ശാന്തിക്കുന്ന നിലയ്ക്ക് 3 മാസമേ ഇയാൾ വന്നിട്ടായിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ പല ആളുകളും ഇതേമായിട്ട് നാട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തൊരു അവസ്ഥകളും ഷോപ്പുകളിലായാലും കുറച്ച് പൈസകളൊക്കെ കൊടുക്കാൻ അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. വിഗ്രഹത്തിൽ നിന്നും എടുത്ത മാല ജ്വല്ലറിയിൽ പണയം വെച്ചതായി മേൽശാന്തി പോലീസിനോട് സമ്മതിച്ചു. ഇത് കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 3 മാസം മുമ്പാണ് പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഹരികൃഷ്ണൻ മേൽശാന്തിയായി ചുമതലയേറ്റത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരോട് കാര്യസാധ്യത്തിനു വേണ്ടി പലപ്പോഴും സ്വർണം ചാർത്താൻ ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.